ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു പൂരവിശേഷമാണ്. ഈ അങ്ങാടിപ്പുറത്തെ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. ഈ അമ്പലത്തിൽ 11 ദിവസത്തെ പൂരമുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് 5ാമത്തെ പൂരത്തിനാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരം വൈകിട്ടാണ്. പിന്നെ പോരാത്തതിന് പൂരത്തിൻ്റെ തിരക്ക് റോട്ടിൽ ഭയങ്കര ബ്ലോക്കിൽ പെട്ട് പിന്നെയും വൈകി. പൂരപ്പറമ്പിൽ വന്നപ്പോൾ ആറാട്ടിന് ഇറങ്ങുന്നതും കണ്ടില്ല, കയറുന്നത് ഇതാണ് കേട്ടോ കാണാൻ പറ്റിയത്. അങ്ങനെ ആറാട്ടിന് ഇറങ്ങുന്നതും കയറുന്നതും ശരിക്കും കാണാനോ വീഡിയോ എടുക്കാനോ പറ്റാത്തതുകൊണ്ട് ഇനി അമ്പലമുറ്റത്ത് നിന്നിട്ട് കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളേതെല്ലാം ആ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് നിലക്ക് കയറി വന്നു കേട്ടോ. അതേ ആന വലം വെക്കുന്നുള്ളൂ. വലം വെച്ചതിന് ശേഷമാണ് ഇവിടെ അമ്പലമുറ്റത്ത് പരിപാടിയുള്ളൂ കേട്ടോ. എന്തോ ജനങ്ങൾ വളരെ കുറവാണ്. ഞാനൊക്കെ ചെറുപ്പം മുതലേ വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പൂരം കാണാനായിട്ട്. അതിൻ്റെ ഒരു അറിവിലായിട്ട് ഇത്രയും ഒരു തിരക്ക് കുറഞ്ഞൊരു പൂരം ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അത് വെക്കേഷൻ്റെ സമയം കൂടി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര തിരക്ക് പ്രതീക്ഷിച്ചു. പക്ഷെ ഭാഗ്യത്തിന് അത്ര വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ഏരിയ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നിറച്ച് തിങ്ങി നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂരം വന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും ഇങ്ങനെ ഇത്രയും വിശാലമായിട്ട് നടന്നു പോരുന്നത് ഇതാദ്യമായിട്ടായിരിക്കും പൂരത്തിന്. അല്ലെങ്കിൽ പിന്നെ പൂരമല്ല കഴിഞ്ഞൊരു ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണാം. എന്തായാലും ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ ആറാട്ട് നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, പുഴ. അപ്പം ഇവിടെ ഇതും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് ആറാട്ട് നടക്കുന്ന സ്ഥലം കേട്ടോ. കണ്ടോ, ആലൊക്കെ ഉണ്ട്. ഈ പുഴയുടെ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലൊക്കെ ആലുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കുറേ പാടമുണ്ട്. ആ പാടത്ത് നെൽകൃഷിയാണ്. അതും ഈ ക്ഷേത്രത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള നെല്ലൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. നെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇവിടെ ഒരു ആട്ടങ്ങേറ് എന്നുള്ള സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആട്ടങ്ങേറും ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു ദിവസം കൂടെ പൂരത്തിന് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല കുറച്ച് വീഡിയോ എടുക്കാം. അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കഥകളാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമുക്കാർക്കും പ്രവേശനമില്ല കേട്ടോ. ഈ ഒരു ഇപ്പുറത്തെ ഈ സൈഡ് വലത് സൈഡിൽ അവിടെയാണ് ആറാട്ടിന് ഇറക്കുന്നത്. ദേവീനെ ആറാട്ട് ഇറക്കുന്നതെല്ലാം ഇവിടെയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്, അവിടെയാണ് നമുക്ക് ഇറങ്ങാനുള്ള പ്രവേശനമൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല വെള്ളത്തിലുള്ള സ്ഥലമാണ്. സൂക്ഷിച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പുഴയിൽ കിടക്കും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ലച്ചുമോളും ഒക്കെ തിരുന്നിട്ട് നമ്മളെ ഫോണൊക്കെ അങ്ങനെ ഇളക്കിയ കാരണം കൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അവൾക്ക് വെള്ളം കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനുള്ള വാശിയായിരുന്നു. പഞ്ചാമ്പൂര ദിനമായ ഇന്ന് വൈകുന്നേരം 7:30-ക്ക് അമ്മ 10ാമത് ആറാട്ടിന് എഴുന്നള്ളുന്നു. 5ാം ദിവസമായ ഇന്ന് വൈകുന്നേരം 7:30 മണിക്ക് അമ്മ 10ാമത് ആറാട്ടിന് എഴുന്നള്ളുന്നു. ശേഷം 10 മണിക്ക് ദേവസ്വം സോപാനം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കഥകളി. അപ്പോൾ അത് കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു റോഡ് കാണാം. അപ്പം റൈറ്റ് വഴി വരുമ്പോൾ അന്നദാനത്തിനുള്ള വരി കണ്ടു. അപ്പോൾ എന്തായാലും തിരക്ക് കുറവാണ്. ഞങ്ങളേതായാലും അവിടെ നിന്ന് കയറി ഭക്ഷണം കഴിച്ചു. ഇവിടെ 11 ദിവസം പൂരമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 11 ദിവസം പൂരത്തിന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ അന്നദാനം അല്ലാത്ത സമയത്തും ഉണ്ട്. പക്ഷേ പൂരത്തിൻ്റെ സമയമായതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാകുമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാകും. പക്ഷേ ഇവിടെ ഉണ്ട് 11 ദിവസം ഭക്ഷണം ഉണ്ട് കേട്ടോ. ഇനി 11 ദിവസം ഒരേ ടൈപ്പിലുള്ള കറിയൊന്നും ആവില്ല. ഓരോ ദിവസം വേറെ മാറിയാണ് കറികളൊക്കെ ഉണ്ടാവുക കേട്ടോ. അതാ ഞങ്ങളേതായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ ഈ മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ്. അവിടെ പുതുതായിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഒരു 4-5 വർഷം കണ്ടായിട്ടുണ്ടാവുള്ളൂ ഈ മണ്ഡപം. അന്നദാനത്തിന് വലിയ ഹാളൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങി വീട്ടിൽ പോകാമെന്നുള്ള തീരുമാനമായി. ഇപ്പം തന്നെ ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2 സൈഡിലും കുറേ കളിപ്പാട്ടത്തിൻ്റെ കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുകയാണ്. ഇത് വാങ്ങിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.